മാഗ്നസ് ഓൺലൈൻ ട്യൂഷൻ സെന്റർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കണം. നമസ്കാരം. മാഗ്നസ് ഓൺലൈൻ ട്യൂഷൻ സെന്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിഭാഗത്തിലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് തുടങ്ങിയ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ നിങ്ങൾക്ക് ക്ലാസുകൾ നൽകുന്നു. ഫിസിക്സ്, കെമിസ്ട്രി വിഷയങ്ങളിൽ തിയറി ക്ലാസ്സിനോടൊപ്പം ചാപ്റ്റർ റിലേറ്റഡ് പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻസും ഫോക്കസ് ചെയ്യുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബേസ്ഡ് ക്ലാസ്സസ്, ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട്, എക്സാം മോഡുലർ ക്ലാസ്സസ് തുടങ്ങിയവയാണ് മാഗ്നസ് ഓൺലൈൻ ട്യൂഷൻ സെന്ററിന്റെ ഹൈലൈറ്റ്സ്. നമ്മൾ നോക്കാൻ പോകുന്നത് +1 ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു ഫിസിക്കൽ വേർഡ് ആൻഡ് മെഷർമെന്റ്. ചില ചാപ്റ്ററിലെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് കാണും. അതിൽ ഫിസിക്കൽ വേർഡ് ഫസ്റ്റ് ചാപ്റ്റർ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് സെക്കൻഡ് ചാപ്റ്റർ കിടക്കുന്നത്. നമ്മൾ ചേർത്ത് കമ്പയർ ചെയ്ത് പറയുകയാണ്. അതിൽ ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് എല്ലാവർക്കും ഫസ്റ്റ് ചാപ്റ്ററിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്: സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് ഏതാണ്, വീക്കസ്റ്റ് ഫോഴ്സ് ഏതാണ്? സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ എന്ന് പറയുന്നതാണ് ന്യൂക്ലിയർ ഫോഴ്സ്, വീക്കസ്റ്റ് ഫോഴ്സ് ഗ്രാവിറ്റേഷൻ ഫോഴ്സുകൾ. ഇനി ശ്രദ്ധിക്കുക, നമുക്ക് ആ ഓർഡർ ഒന്ന് പഠിക്കാം. ഇത്ര പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ല, എന്നാൽ ഈ വട്ടം ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള ആ ഓർഡർ നമുക്ക് പഠിക്കാം. ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, ദെൻ അതിനെക്കാട്ടി കുറച്ചുകൂടെ കൂടുതൽ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, അതിനെക്കാട്ടി കുറച്ചുകൂടെ കൂടുതൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, അതിനെക്കാട്ടി കുറച്ചുകൂടെ കൂടുതൽ ന്യൂക്ലിയർ ഫോഴ്സ്. എന്താണ്? ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ന്യൂക്ലിയർ ഫോഴ്സിന്റെ സ്ട്രെങ്തിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇനി ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് വളരെ പ്രധാനപ്പെട്ട രണ്ട് ആംഗിൾ, അതായത് സപ്ലിമെന്ററി യൂണിറ്റ്സ് ആയിട്ടുള്ള രണ്ട് യൂണിറ്റ്സുകളാണ്. ഒന്ന് പ്ലെയിൻ ആംഗിൾ. പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് ഏതാണ്? റേഡിയൻ. റേഡിയൻ ആണ് പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ്, റേഡിയൻ. അതായത് പ്ലെയിൻ ആംഗിൾ പറയുമ്പോൾ എന്താണ്? ഒരു ആംഗിൾ ഇത്രയും മെഷർമെന്റ് എടുക്കുന്നു, തീറ്റ മെഷർമെന്റ് എടുക്കുന്നത് പ്ലെയിൻ ആംഗിൾ. അതായത് സോളിഡ് ആംഗിൾ അത് സ്റ്റിറേഡിയൻ. അതായത് കേക്ക്, ഒരു പീസ് കേക്ക് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുന്നു, അതാണ് സോളിഡ്. സോൾഡ് അല്ലേ, കേക്ക് ഇപ്പൊ സോൾഡ് അല്ലേ? അപ്പോൾ അത് ആ ഒരു ആംഗിൾ എന്ന് പറയുന്നത് സ്റ്റിറേഡിയൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ ആണല്ലോ. അതായത് മൂന്നാമത്തെ എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ലെങ്ത് മെഷർമെന്റ്. രണ്ട് ടൈപ്പ് ലെങ്ത് മെഷർമെന്റ് നമുക്കുണ്ട്. അതായത് ലോങ് ഡിസ്റ്റൻസ്, വളരെ നീളം കൂടിയ മെഷർമെന്റ് എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ രണ്ടെണ്ണം എടുക്കുന്നത്. ആംഗുലാർ മെഷർമെന്റ്, ആംഗുലാർ മെഷർമെന്റ് ആൻഡ് പാരലാക്സ് മെത്തേഡ്. ആംഗുലാർ മെഷർമെന്റ് ആൻഡ് പാരലാക്സ് മെത്തേഡ്. ആംഗുലാർ മെഷർമെന്റ് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ദൂരം ചന്ദ്രന്റെ റേഡിയസ്, ചന്ദ്രൻ അല്ലെങ്കിൽ മൂണിന്റെ റേഡിയസ് നമുക്ക് അളക്കണം, അല്ലെങ്കിൽ ഡയമീറ്റർ നമുക്ക് അളക്കണം ഭൂമിയിൽ നിന്നുകൊണ്ട്. അപ്പോൾ ലോങ് ഒബ്ജക്റ്റിലെ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ദൂരം അളക്കാൻ വേണ്ടി ആണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ആംഗുലാർ മെഷർമെന്റ് ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ എടുക്കുന്നതാണ് ആ ഒരു പോയിന്റ് നമ്മൾ എടുക്കുന്നത്, ഭൂമിയിൽ ഒരു പോയിന്റ് എടുക്കുന്നു, തീറ്റ ആംഗിളിലേക്ക്, തീറ്റ ആംഗിളിൽ നിന്ന് എയിലേക്ക് ബിയിലേക്ക് നമ്മൾ നോക്കുന്നു. എന്നിട്ട് നമ്മൾ x = r എന്ന് തെറ്റില്ലേ, r ഇത് ആംഗിൾ, ഇത് റേഡിയസ്. അവിടെ r ആംഗിൾ ഇൻറ്റു റേഡിയസ്, x = r θ. നമുക്ക് ആംഗുലാർ മെഷർമെന്റിന് എക്സിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. അതായത് പാരലാക്സ് മെത്തേഡ്. ഇതാണ് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിച്ചത്, പാരലാക്സ് മെത്തേഡ്. പാരലാക്സ് മെത്തേഡ് എന്തിനാ ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ദൂരെയുള്ള, അല്ലെങ്കിൽ ഭൂമിയിൽ നിന്നും എത്ര ദൂരത്താണ് മൂൺ നിൽക്കുന്നത്, വളരെ ദൂരെയുള്ള വസ്തുവിന്റെ ദൂരം അളക്കാൻ വേണ്ടി ആണ് നമ്മൾ ഉപയോഗിക്കുന്ന പാരലാക്സ് മെത്തേഡ് ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി ഭൂമിയിലെ രണ്ട് പോയിന്റിൽ നിന്നും അങ്ങ് ലോങ് ഒബ്ജക്റ്റുള്ള വസ്തുവിലേക്ക് നോക്കുന്നു. എ എന്നും ബി എന്നും പറഞ്ഞ രണ്ട് പോയിന്റിൽ നിന്നും പി എന്നുള്ള പോയിന്റിലേക്ക് വീക്ഷിക്കുന്നു. അപ്പോൾ ഈ ദൂരം നമുക്ക് ആറ് കണ്ടുപിടിക്കാനുള്ളൂ. വി ഹാവ് ടു ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പി ആൻഡ് എ ഈക്വൽ ടു എന്താണ്? ആർ ഈക്വൽ ടു എന്തായിരിക്കും? x/θ. ഓക്കെ, ഇതാണ് ഏറ്റവും കൂടുതൽ ഒന്നാമത്തെ ചാപ്റ്ററിൽ ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഇനി ഇടയ്ക്ക് ചോദിക്കാറുണ്ട് സ്റ്റഡി ഓഫ്, അതായത് ലെൻസിനെ കുറിച്ചുള്ള സ്റ്റഡി ഏത് വിഭാഗത്തിലുള്ളത്? ഒപ്റ്റിക്സ്, ഹീറ്റ്, ടെമ്പറേച്ചർ, തെർമോഡൈനാമിക്സ്, റോക്കറ്റിന്റെ പ്രൊപ്പൽഷൻ, അത് എന്തുമായിട്ട് ബന്ധപ്പെടുന്നത്? ന്യൂട്ടൺസിന്റെ തേർഡ് ലോ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ടെക്നോളജി തരികയാണ്. കുറച്ച് ടെക്നോളജി എന്നിട്ട് അത് ഏത് ഫിസിക്സിന്റെ ഏത് ബ്രാഞ്ചുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ ആണല്ലോ. ഈ ഒന്നാമത്തെ ചാപ്റ്റർ കഴിഞ്ഞ് നമ്മൾ അടുത്തത് രണ്ടാമത്തെ ചാപ്റ്റർ നമുക്ക് നോക്കാം. അടുത്ത നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ നോക്കാൻ പോവുകയാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, അത് എല്ലാത്തിനും മിക്കുള്ള യൂണിറ്റ്സിലെല്ലാം പഠിക്കുക. എത്ര SI യൂണിറ്റ്സ് ഉണ്ട്, എത്ര ഫണ്ടമെന്റൽ യൂണിറ്റ്സ്, സപ്ലിമെന്ററി യൂണിറ്റ്സും എല്ലാം പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ഡയമെൻഷൻ പഠിക്കാം. MLT നമ്മൾ ഒരു വട്ടം പരീക്ഷ എന്താണ് ഡയമെൻഷൻ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ.
അപ്പൊ അത് നിങ്ങൾ നോക്കുക, എന്താ ഡയമെൻഷൻ എന്നുള്ളത് അതിന്റെ തിയററ്റിക്കൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്ന് നോക്കുക. പിന്നെ ഡയമെൻഷന്റെ ഉപയോഗങ്ങൾ പരീക്ഷയ്ക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ദ ഇക്വേഷൻ ടു ഡിറൈവ് ദ കറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം. അതൊക്കെ അങ്ങനെയുള്ള അതിന്റെ കൃത്യതകൾ പഠിക്കുക. അത് തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ ഉള്ളതെന്നുള്ളത് ഡയമെൻഷൻ അനാലിസിസിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അത് പ്രോബ്ലം ആയിട്ട് ചോദിക്കാറുണ്ട്. ഒന്നെന്നുള്ളത് ഇക്വേഷൻ തന്നിട്ട് അത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പറയും. പിന്നെ റിലേഷൻ ഡിറൈവ് എടുക്കാൻ പറയും. ഇത് രണ്ടും ഒരുപാട് ക്വസ്റ്റ്യൻ ആണ്. ഡയമെൻഷനിൽ എന്തായാലും ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം കുട്ടികളെ ജയിപ്പിക്കാൻ ഇടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഡയമെൻഷൻ എന്നുള്ള പാഠത്തിലുള്ളത്. അപ്പൊ ഡയമെൻഷൻ എന്തായാലും ഇക്വേഷൻ കറക്റ്റ് ആണോ ചെക്ക് ചെയ്യാൻ പഠിക്കുക. അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ പഠിക്കുക. ഡിറൈവ് ദ കറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം, അതും കണ്ടുപിടിക്കാനായിട്ട് പഠിക്കുക. കാരണം അത് ടെക്സ്റ്റിലൊക്കെ ചെയ്ത് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അവസാനത്തെ ക്ലാസ്സിലായിട്ടാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ്. മിക്കവാറും ഡൗട്ട് ആയിട്ടുള്ള പോർഷനാണ് ഞാൻ പറയുന്നത് സിഗ്നിഫിക്കന്റ് ഫിഗർ. ആ സിഗ്നിഫിക്കന്റ് ഫിഗർ നമുക്ക് നോക്കാം. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നമുക്ക് പോവാം. ഇപ്പൊ 403 അതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ടെന്ന്. കാരണം ഇതൊരു ഇന്റഗ്രൽ പാർട്ടാണ്. ഇന്റഗ്രൽ പാർട്ടിലുള്ളത് സീറോസും നോൺ സീറോസും എല്ലാം എന്ത് തന്നെയാണ്, സിഗ്നിഫിക്കന്റ് തന്നെയാണ്. അപ്പോഴേ ഇതിന്റെ സിഗ്നിഫിക്കന്റ് ഫിഗർ എന്തുകൊണ്ട് 3 ആണ് ഇതിന്റെ സിഗ്നിഫിക്കന്റ് ഫിഗർ. അടുത്ത 40.3 എന്ന് പറയുമ്പോൾ ഇതിന്റെ ഇന്റഗ്രൽ പാർട്ട് ഇതെന്താണ്, ഡെസിമൽ പാർട്ട്. അപ്പോൾ ആ ഇന്റഗ്രൽ പാർട്ടിലെയും ഡെസിമൽ പാർട്ടിലെയും വരുന്ന നോൺ സീറോ ഡിജിറ്റ്സും എന്താണ്, അത് സിഗ്നിഫിക്കന്റ് ആണ്. ഓക്കെ അല്ലോ. അപ്പൊ ഇവിടെ സിഗ്നിഫിക്കന്റ് ഫിഗർ 3, 4.03 അതിന്റെ സിഗ്നിഫിക്കന്റ് തന്നെയാണ്, 3 തന്നെയാണ്. അടുത്തത് 0.40, ഇത് പരീക്ഷ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, ഇത് ഇന്റഗ്രൽ പാർട്ടിലെ നമ്പർ ഇല്ല. ഇവിടെ എന്തുണ്ട്, ഡെസിമൽ പാർട്ടില് 403. ഇവിടെയുള്ള ഡെസിമൽ പാർട്ടിലുള്ള സീറോസ് നമ്മൾ എന്താണ് എടുക്കുന്നത്, സിഗ്നിഫിക്കന്റ് ആയിട്ട് എടുക്കുന്നു. പക്ഷെ ഈ നമ്പറിന് തൊട്ട് മുമ്പ് നോൺ സീറോ ആയതുകൊണ്ട് നമ്മൾ എടുക്കുന്നില്ല, സിഗ്നിഫിക്കന്റ് അല്ല. സോറി, നോൺ സീറോ സീറോ ആയതുകൊണ്ട് അതെന്തല്ല, സിഗ്നിഫിക്കന്റ് അല്ല. അതായത് നമുക്ക് സിഗ്നിഫിക്കൻസ് 3 ഉണ്ട്. ഓക്കെ. അടുത്ത സ്റ്റെപ്പ് നോക്കുക. അടുത്ത പോയിന്റ് 0.403. ഇവിടെ സിഗ്നിഫിക്കൻസ് എത്രയാണ്, 3 തന്നെ. കാരണം എന്താണ്, ഇപ്പുറത്ത് കിടക്കുന്നത് നോൺ സീറോ ആയിരുന്നെങ്കിൽ നമുക്ക് സിഗ്നിഫിക്കന്റ് ആയിട്ട് എടുക്കാറ്. ഇവിടെ ഇപ്പൊ എന്താണ്, 0 ആണ്. ഓക്കെ ആണല്ലോ. 0 ആയതുകൊണ്ട് നമ്മൾ എന്തായാലും എടുക്കേണ്ട ആവശ്യമില്ല, സിഗ്നിഫിക്കന്റ് ഫിഗർ ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അതായത് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ, 2 നോൺ സീറോ ഡിജിറ്റിന് ഇടയിൽ വരുന്ന സീറോസ് നമുക്ക് എന്തായാലും എടുക്കാം, സിഗ്നിഫിക്കന്റ് എടുക്കാം. എന്നാൽ ഇവിടെ എന്തല്ല, 2 ഇതൊരു 0 അല്ലേ, 0 ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും എടുക്കാൻ പറ്റത്തില്ല, സിഗ്നിഫിക്കന്റ് ഫിഗർ ആയിട്ട് എടുക്കാനായിട്ട് കഴിയത്തില്ല. അപ്പൊ ഇതിന്റെ സിഗ്നിഫിക്കന്റ് ഫിഗർ എത്ര തന്നെയാണ്, 3 തന്നെയാണ്. അടുത്ത ഇതിന്റെ സിഗ്നിഫിക്കന്റ് ഫിഗർ എത്ര തന്നെയാണ്, 4. കാരണം എന്താണ്, ഇവിടെ നോൺ സീറോ ഡിജിറ്റ് ആണ് വന്നിരുന്നെങ്കിൽ ഇവിടെ ഇപ്പൊ 0 ആയിട്ട് കിടക്കുന്നത് അല്ലേ, ഇതിപ്പോ 0 മാറി ഇവിടെ ഒരു 1 ആണ് വന്നിരുന്നെങ്കിൽ നമുക്ക് സിഗ്നിഫിക്കന്റ് എത്രയായിട്ട് മാറി വരുന്നത്, 3, 2, 5, 6 ആയിട്ട് സിഗ്നിഫിക്കന്റ് എത്രയായിട്ട് മാറി വരുന്നത്. ഇത് അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് എത്രയായിട്ട് മാറി വരുന്നത്, 6 ആയിട്ട് സിഗ്നിഫിക്കന്റ് മാറി വരുന്നത്. ഓക്കെ, വളരെ മനസ്സിലായോ. അടുത്ത നോക്കുക, 403.0 സിഗ്നിഫിക്കന്റ് 4. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഇന്റഗ്രൽ പാർട്ട്, ഡെസിമൽ പാർട്ട്. അപ്പൊ ഇന്റഗ്രൽ പാർട്ടിലെയും ഡെസിമൽ പാർട്ടിലെയും നോൺ സീറോസും എന്ത് തന്നെയാണ്, സിഗ്നിഫിക്കന്റ് തന്നെയാണ്. ഇന്റഗ്രൽ പാർട്ടിന്റെയും ഡെസിമൽ പാർട്ടിന്റെയും സീറോസ് എന്താണ് എടുക്കുക, സിഗ്നിഫിക്കന്റ് ആയിട്ട് എടുക്കുക. അപ്പൊ ഇതിന്റെയും സിഗ്നിഫിക്കന്റ് വാല്യൂ തന്നെയാണ്, സിഗ്നിഫിക്കന്റ് ഫിഗർ 4 തന്നെയാണ്. ഇത് 2 പരീക്ഷയ്ക്കും ചാൻസ് പോസ്റ്റ് ആണ്. ഇനി ഈ സിഗ്നിഫിക്കന്റ് ഫിഗർ നമ്മൾ അഡിഷനിലും മൾട്ടിപ്ലിക്കേഷനിലും സബ്സ്ട്രാക്ഷനിലും ഡിവിഷനിലും എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് നോക്കാം. അത് നമ്മൾ 2 സംഖ്യയിലുണ്ട്. A = 10.43, B = 2.8612. A into B മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. മൾട്ടിപ്ലിക്കേഷൻ 29.842316 എന്ന ആൻസർ കിട്ടുന്നു. ഇതിൽ നമ്മൾ എടുക്കുന്ന വാല്യൂ ഇത്രയേ ഉള്ളൂ. നോക്കുക, എയും ബിയും 2 സംഖ്യ തന്നില്ലേ, അതിലെ ഏറ്റവും ചെറിയ വാല്യൂ സിഗ്നിഫിക്കന്റ് ഏറ്റവും കുറവുള്ളതാണ് എടുക്കുക. ഇതല്ലേ, അതായത് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനം വരുന്നതാണ് ഇവിടെ വന്നേക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് തന്നാൽ ഇവിടെയും ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനം എടുത്താൽ മതി. ഓക്കെ, അപ്പൊ 29.84 എടുത്തു കഴിഞ്ഞാൽ ഓക്കെ അല്ലോ, 29.84 നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ. ഇനി അതിനകത്ത് അതിന്റെ അഡിഷൻ ചെയ്യുക. അഡിഷൻ നോക്കുന്ന സമയത്ത് നോക്കുക, ഒന്ന് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 1 സ്ഥാനം, ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനം, ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 3 സ്ഥാനം. അപ്പൊ ഏറ്റവും കുറവ് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഏറ്റവും കുറവുള്ള സ്ഥാനമായിട്ട് എവിടെ വരാൻ, ആൻസറിലേക്ക് വരാനായിട്ട്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണോ? നമ്മൾ അടുത്ത എററിന്റെ പാർട്ടിലേക്ക് പോവുകയാണ്. 2ാമത്തെ ചാപ്റ്ററിലെ എററിന്റെ പാർട്ടിലേക്ക് പോവുകയാണ്. ഇതിൽ നിന്ന് എറേഴ്സിൽ നിന്ന് നമുക്ക് മിക്കപ്പോഴും പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ കാണാവുന്നതാണ്. ഫസ്റ്റ് ടൈം ആയാലും സെക്കൻഡ് ടൈം ആയാലും ലാസ്റ്റ് ടൈം നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. നോക്കുക, നമുക്ക് 2 ടെമ്പറേച്ചർ ഉണ്ട്, θ1 θ2 2 ടെമ്പറേച്ചർ.
40.6 plus or minus 0.2 degree Celsius. 32.4 plus or minus 0.2 degree Celsius. ഇത് കറക്റ്റ് മെഷർമെന്റ്, ഇതിന്റെ എറർ മെഷർമെന്റ് ആണ്. കാരണം എറർ പ്ലസ് ഓർ മൈനസ് മാറാനുള്ള അർത്ഥത്തിൽ തന്നേക്കുന്നു. നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ ചോദിച്ചാൽ θ1 അതിന്റെ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ചോദിച്ചേക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡിഫറൻസ് ടെമ്പറേച്ചറോ അല്ലെങ്കിൽ രണ്ട് ടെമ്പറേച്ചർ ആഡ് ചെയ്യാൻ പറയുകയാണ് നമ്മൾ ചെയ്യേണ്ടത് പറയുകയാണ്. ഇതിന്റെ എറർ പാർട്ടുകൾ തമ്മിൽ എപ്പോഴും അഡിഷൻ നടക്കാം. എറർ പാർട്ട് തമ്മിൽ എപ്പോഴും ആഡ് ചെയ്ത പാടും. എറർ പാർട്ട് തമ്മിൽ എപ്പോഴും എന്താ നമ്മൾ അഡിഷൻ ചെയ്യുക. അതിൽ ഒരിക്കലും മാറ്റം. കാരണം ഡിഫറൻസ് ചോദിച്ചാലും അഡിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എറർ പാർട്ട് നമ്മൾ എപ്പോഴും നമ്മൾ ആഡ് ചെയ്യാനേ പാടും. ബാക്കി ക്വസ്റ്റ്യൻ അനുസരിച്ച് അതിന്റെ മെയിൻ പാർട്ട് ക്വസ്റ്റ്യൻ അനുസരിച്ച് ചെയ്ത് മാറ്റും. അതായത് θ1 -2 ചോദിച്ചേക്കുന്നത് ഇവിടെ 40.6 ഇവിടെ 32.4. അതൊരു ഡിഫറൻസ് എടുക്കുക. അതാണ് ഡിഫറൻസ് 8.2 പ്ലസ് ഓർ മൈനസ്. എറർ പാർട്ട് നോക്കാം. എറർ പാർട്ട് 0.3 0.2 അല്ലേ. ഇവിടെ ഡിഫറൻസ് ടെമ്പറേച്ചർ ചോദിച്ചേക്കുന്നത്. പക്ഷേ എറർ പാർട്ട് നമ്മൾ എന്താ ചെയ്യാണ് നമ്മൾ എറർ പാർട്ട് നമ്മൾ അഡീഷൻ ചെയ്യാത്തുള്ളത് 0.3 പ്ലസ് 0.2 0.5. ഇതാണ് അതിന്റെ ആൻസർ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, error measurement of a radius is 0.4%. Find the permissible error in the surface area. In surface area of a sphere. Okay lo. അപ്പോൾ സ്ഫിയറിന്റെ സർഫസ് ഏരിയ A എന്ന് കൊടുക്കുക. A = 4πr². 4πr². അപ്പോൾ നമുക്ക് പെർമിസിബിൾ എറർ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അതായത് ഡെൽറ്റ A/A പെർസെന്റ് എറർ ആണെങ്കിൽ ഇൻടു 100 ചെയ്യും. പെർസെന്റ് എറർ ഇവിടെ പെർസെന്റ് എറർ തന്നേക്കുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ആ പെർസെന്റ് എറർ എല്ലാം ചെയ്തെടുത്താൽ മതി. ഇവിടെ പെർമിസിബിൾ ഡെൽറ്റ A/A = എന്താണ് 4 ന്റെ ഡെഫിനിഷൻ എന്താ 0 പ്ലസ് പൈ. അതായത് 4 കോൺസ്റ്റന്റ് അല്ലേ, പൈയും കോൺസ്റ്റന്റ് ആണല്ലോ. ഇനി അടുത്തത് r² ന്റെ ഡിഫറൻഷ്യൽ 2 ഇൻടു ഡെൽറ്റ r/r അല്ലെ. 2 ഇൻടു ഡെൽറ്റ r/r ഇതാണ് എറർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ r³ ആയിരുന്നില്ല, 3 ഇൻടു ഡെൽറ്റ r/r തന്നെയാണ്. ഓക്കെ, r⁻1 ആയിരുന്നെങ്കിൽ ഡെൽറ്റ r/r, റൂട്ട് r ആണെങ്കിൽ 1/2 ഇൻടു ഡെൽറ്റ r/r. ഓക്കെ, ഈക്വൽ ടു 0 പ്ലസ് 0 2 ഇൻടു ഡെൽറ്റ r/r. അതാണല്ലോ എറർ പാർട്ട് എന്നുള്ളത്. അല്ലെങ്കിൽ മെഷർമെന്റ് എറർ മെഷർമെന്റ് നടത്തുന്നത് 0.4% തന്നിട്ടുണ്ട് അല്ലെ. അപ്പോൾ എത്ര കൊടുക്കുക 0.4% ഈക്വൽ ടു 0.8% ആണ് ഇവിടുത്തെ പെർസെന്റേജ് എറർ എന്നതാണ് സർഫസ് ഏരിയ. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാൻ നമുക്ക്. ഇതുകൂടായിട്ട് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ, അതായത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിന്റെ ഭാഗത്ത് എഴുതിയിരിക്കുകയാണ്. നിങ്ങൾ ഇവിടെ പരീക്ഷിക്കേണ്ടായിരുന്നു B = A² D³ √CD. ഇതിന്റെ എറർ പെർസെന്റ് എറർ B കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താണ് ഇതിന്റെ പെർസെന്റ് എറർ B കണ്ടുപിടിക്കാൻ വേണ്ടി എന്താണ് പെർസെന്റ് എറർ B = A² 2 ഇൻടു ഡെൽറ്റ A/A. ഓക്കെ ആണല്ലോ, പ്ലസ് B³ 3 ഇൻടു ഡെൽറ്റ B/B ഇൻടു 100 കൊടുക്കും. ഇൻടു 100 പ്ലസ് അടുത്ത √CD അല്ലേ. √CD 1/2 എഴുതാൻ പറ്റുള്ളൂ. 1/2 ഇൻടു ഡെൽറ്റ C/C ഇൻടു 100 പ്ലസ് അടുത്ത D ടാകുമ്പോൾ 1/2 ഇൻടു ഡെൽറ്റ D/D ഇൻടു 100. ഇത്രയും വാല്യൂ ഇവിടെ തന്നിരിക്കും. ഈ ഡെൽറ്റ A/A ഇൻടു 100 ആയാലും ഡെൽറ്റ B/B ഇൻടു 100 ആയാലും ക്വസ്റ്റ്യൻ തന്നിരിക്കും. എററിന്റെ മെഷർമെന്റ് B എന്നിട്ട് അത് കൊടുത്താൽ കാര്യം കറക്റ്റ് എല്ലാം പ്ലസ് ചെയ്ത് എഴുതിച്ച് നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ കഴിയും. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ കുട്ടികളെ. നമ്മുടെ അടുത്ത ചാപ്റ്ററിലേക്കുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് തൊട്ടടുത്തുള്ള വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.